ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറി വെക്കാമെന്നാണ്. അതിനായിട്ട് ചിക്കൻ മേടിക്കാൻ വീട്ടിനടുത്തുള്ള തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റായ അൽവഫയിലേക്കാണ് പോയത്. അത്യാവശ്യ സാധനങ്ങൾക്കെല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു, ചിക്കനും ഓഫർ ഉണ്ടായിരുന്നു. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ശേഷം വീട്ടിലേക്ക് വന്നു. ചിക്കൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചു. ചിക്കൻ്റെ സ്കിന്നും മറ്റു കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു കഴുകി വൃത്തിയാക്കി വെച്ചു. ശേഷം ഒരു പാൻ എടുത്തു. പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ചേർത്തു. ഞാൻ ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്ന ടൈമിൽ ഉലുവ ചേർക്കാറുണ്ട്. പച്ച ഉലുവ ഇങ്ങനെ ചേർക്കുന്ന സമയം നല്ല ടേസ്റ്റും മണമൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള സ്ലൈസ് ചെയ്ത് ചേർത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. സവാള ഫാസ്റ്റായിട്ടൊന്ന് കുക്കായി വരാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു. കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം അതിലേക്ക് 4 പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് സോട്ടായി വരുന്ന ടൈമിൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതും ചെറിയ രീതിയിലൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാനൊരു ടൊമാറ്റോയുടെ ഒരു ഹാഫ് പോർഷനാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്യുക. ഒരു ബ്രൗൺ കളറായി വരുന്ന ടൈം വരെ സോട്ട് ചെയ്യണം. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇത്രയും പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം ഈ മിക്സിലേക്ക് അത്യാവശ്യം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാണ്ട് ഈ മിക്സിയിൽ കിടന്ന് തന്നെ ചിക്കൻ ഒരു ഹാഫ് കുക്ക്ഡ് ആകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കും. അടച്ചു വെച്ചു. ചിക്കൻ ഒരു ഹാഫ് കുക്കാവുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹാഫ് കുക്കായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ശേഷം അടച്ചു വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിക്കൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.